എല്ലാവർക്കും ആത്മസ്നേഹിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായവും ലൂക്കോസ് സുവിശേഷം 2-ാമത്തെ അധ്യായവും വായിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മത്തായി സുവിശേഷം രാജാക്കന്മാരും വിദ്വാൻമാരും ചേർന്ന് അവർ ഒരു വലിയ ഒരു കൂട്ടക്കൊലപാതകത്തിന് ഇരയാവുന്ന നിലയിലുള്ള കുഞ്ഞുങ്ങളെ വധിക്കുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടായി. ലൂക്കോസ് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഇടയന്മാർ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ദൂതൻ അറിയിച്ച പ്രകാരം അവർ ചെന്ന് ശിശുവിനെ കാണുകയും അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്തു. യേശു വാസ്തവത്തിൽ ഒരു സ്വർഗീയ പുരുഷനാണ്. അദ്ദേഹം ആത്മരക്ഷകൻ മാത്രമാണ്. ആത്മരക്ഷകൻ ഭൂമിയിൽ വന്ന് പള്ളികൾ സ്ഥാപിക്കാനും സ്ഥാപനങ്ങൾ കിട്ടാനും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ ഉണ്ടാക്കാനും വേണ്ടി വന്നയാളല്ല. യേശു ആത്മസ്നേഹിതനാണ്. ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കണം, മനുഷ്യാത്മാക്കൾക്ക് സമാധാനം കിട്ടണം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വലിയ മനുഷ്യസ്നേഹിയാണ്. മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു, അവർക്ക് വേണ്ടി അവരെങ്ങനെ ജീവിക്കണമെന്നുള്ള ജീവിത മാർഗങ്ങൾ മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുവാൻ വേണ്ടി കഴിയും. ഇപ്പോൾ യേശു ആത്മസ്നേഹിതൻ എന്നുള്ളൊരു ഗാനം ഇവാഞ്ചലിക്കൽ ലൂതറൻസ് എൻ്റെ ഒരു പാഠപുസ്തകത്തിലുണ്ട്. നിലമേൽ താമസം ഇവാഞ്ചലിക്കൽ ലൂതറൻസിൻ്റെ ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂതറൻസിൻ്റെ പാഠപുസ്തകമാണ്. ഇതിൽ 347-ാമത്തെ പാട്ട് 2 ചരണം പാടാം. യേശുവാത്മാ സ്നേഹിതാ വെള്ളം പൊങ്ങിച്ചേരുമ്പോൾ കാറും തോളും ഏറുമ്പോൾ ഞാൻ നിന്മാർവിലാമപ്പോൾ ജീവകോഷ്ടം ഉള്ളപ്പോൾ എന്നെ നീ വിളിക്കണം. സ്വർഗയാത്ര തീരുമ്പോൾ എന്നെ നിൻ മുൻ ചേർക്കണം. മറ്റില്ലേ സങ്കേതവും നീ എന്നാത്മാ ആശ്രയം നൽകേണം ഏകാലവും പാലനം ആശ്വാസവും നിന്നിൽ എൻ സർവാശ്രയം നീ തന്നെ സഹായവും ആപത്തുള്ള എൻ ശീലം നീ മാറയ്ക്കുന്നേരവും. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു.